അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. 1923 ഏപ്രിൽ 23 സ്പെയിനിലാണ് ആദ്യമായി പുസ്തക ദിനം ആചരിച്ചു തുടങ്ങിയത്. 1995 യുനെസ്കോ അന്താരാഷ്ട്ര പുസ്തക ദിനമായി ഏപ്രിൽ 23 പ്രഖ്യാപിക്കുന്നതോടുകൂടി അതിന് അന്താരാഷ്ട്രപരമായി തന്നെ പ്രസക്തി ആർജിക്കുകയാണ്. പുസ്തക വായന കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായനയുടെ വിശാലമായ പറുദീസയിലേക്ക് ആളുകളെ നയിക്കുക എന്ന വലിയ ദൗത്യമാണ് യഥാർത്ഥത്തിൽ പ്രസ്തുത ദിനാചരണത്തോടു കൂടി ലക്ഷ്യം വെക്കുന്നത്. വായന ഇടുങ്ങിയ ലോകത്ത് നിന്ന് മനുഷ്യനെ വിശാലമായ ലോകത്തേക്ക് മനുഷ്യനെ നയിക്കുന്നു. അതുകൊണ്ടാണ് വായനയെ ഏറ്റവും വലിയ ആയുധമായി കൊണ്ട് പൂർവികർ പരിചയപ്പെടുത്തിയത്. മഹാനായ ഒരു വ്യക്തിത്വം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. വിശക്കുന്ന മനുഷ്യ, നീ പുസ്തകം കയ്യിലെടുക്കുക, അതൊരു ആയുധമാണ്. അതെ, പുസ്തകം വലിയൊരു ആയുധമാണ്. അറിവിൻ്റെ ഏറ്റവും വലിയ ആയുധം, വാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധം. ഈ പുസ്തക ദിനം നമുക്ക് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് പബ്ലിക്കേഷൻസായ ദഅ്വാ ബുക്സുമായി ഈ ദിനം നമുക്ക് ചെലവഴിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, 2001 അല്ലാഹുവിനെ അറിയുക എന്ന പുസ്തകത്തിൻ്റെ പ്രസാധനത്തോടു കൂടി പ്രസാധക രംഗത്തേക്ക് കാലെടുത്ത് വെച്ച പ്രസാധക വിങ്ങാണ് ദഅ്വാ ബുക്സ്. എറണാകുളത്തെ വൈറ്റിലയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10-18 വർഷത്തിൻ്റെ ഇടയിൽ ഏകദേശം 2 പതിറ്റാണ്ടുകൾ അടുക്കുന്ന ഈ അവസരത്തിൽ ദഅ്വാ ബുക്സ് ധാരാളം പുസ്തകങ്ങൾ ഇതിനകം പുറത്തിറക്കുകയുണ്ടായി. വളരെയധികം വിജ്ഞാനപ്രദവും ആഴത്തിലുള്ള ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടും വ്യത്യസ്ത ടോപ്പിക്കുകളിൽ വ്യതിരിക്തമായ ഗ്രന്ഥങ്ങൾ ദഅ്വാ ബുക്സിൻ്റേതായിട്ട് ഇതുവരെ പുറത്തിറങ്ങുകയുണ്ടായി. 200-ലധികം പുസ്തകങ്ങൾ ഇന്ന് ദഅ്വാ ബുക്സ് മലയാള ലോകത്തിന് സമ്മാനിക്കുകയുണ്ടായി. ഇസ്ലാമികമായ കനപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പരിഭാഷകളും അറബ് ലോകത്ത് നിന്ന് മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ട പുസ്തകങ്ങളും അതോടൊപ്പം തന്നെ വ്യത്യസ്ത മതങ്ങളെ പറ്റിയിട്ടുള്ള പഠനങ്ങളും മതതാരതമ്യ പഠനങ്ങളും ഇസങ്ങളും ദർശനങ്ങളുമൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതമേഖലയിലും മതേതര മേഖലയിലും ശക്തമായ അക്ഷരത്തിൻ്റെ കാൽവെപ്പുകൾ ദഅ്വാ ബുക്സ് നടത്തിക്കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം, ഏപ്രിൽ 23 ലോക വായനാ ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് ദഅ്വാ ബുക്സ് അതിൻ്റെ പുസ്തകങ്ങളെ ഒന്നുകൂടി മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയാണ്. വളരെ വിശാലമായ വിജ്ഞാനത്തിൻ്റെ ഒരു കൂടാരം കണക്കെ നിറഞ്ഞു നിൽക്കുന്ന ദഅ്വാ ബുക്സിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനങ്ങൾക്ക് വിധേയമാക്കാൻ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ് ഈ സംരംഭം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ സംരംഭത്തെ നിങ്ങൾ സാഗൂതം വീക്ഷിക്കുകയും അവിടെ പരാമർശ വിധേയമാക്കപ്പെടുന്ന ഗ്രന്ഥങ്ങൾ നിങ്ങൾ വാങ്ങുകയും വായിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ തുറന്ന സംവാദം അതുമായി സംവദിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഒരു ചെറിയ സംസാരത്തിൻ്റെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുസ്തക ദിനത്തിൽ ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥത്തെ നമുക്ക് പരിചയപ്പെടാം. അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്നും നിതാന്തം നമ്മോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് മനുഷ്യനെ കുറിച്ചാണ്, മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. നാം ആരാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നു വേണ്ട, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സർവോത്മകമായ എല്ലാ പ്രശ്നങ്ങളെയും ഈ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്നു.
ഓർക്കുക, ഈ ഗ്രന്ഥം മുസ്ലിമിൻ്റെ മാത്രം ഗ്രന്ഥമല്ല. എൻ്റെയോ നിങ്ങളുടെയോ എന്ന് വേണ്ട, മനുഷ്യനായി പിറന്ന ഓരോരുത്തരുടെയും ഗ്രന്ഥം കൂടിയാണ്. നാം ഏവരും ഈ ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും പകർത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ ഏവരുടെയും ബാധ്യത കൂടിയാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്ന പുസ്തകമാണ് ഏക സിവിൽ കോഡും മതനിരപേക്ഷതയും. പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഡയറക്ടർ MM അക്ബറും മുഹമ്മദ് അമീറും ചേർന്നാണ്. പുസ്തകത്തിന് അവതാരിക എഴുതിയിട്ടുള്ളത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. പുസ്തകത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് 4 വിഷയങ്ങളാണ്. ഒന്ന്, ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ ഇന്ത്യയിലെ പൗരന്മാർക്ക് നൽകിയിരുന്ന വ്യക്തി സ്വാതന്ത്ര്യങ്ങളുടെ ചരിത്രം. മറ്റൊന്ന്, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരാനുണ്ടായ കാരണവും അവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വ്യക്തി നിയമങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചയെക്കുറിച്ചുമാണ്. മൂന്നാമത്തെ ഭാഗം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായ വ്യക്തി നിയമങ്ങൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ കേസുകളും അവയിലെ വിധികളുമാണ്. നാലാമത്തെ വിഷയം, ശരീഅത്തുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മുസ്ലിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരാകത്തുക. സമകാലിക സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ രചിച്ച ഫാഷിസത്തോട് മുഖാമുഖം എന്ന പുസ്തകം. ഫാഷിസം ജനാധിപത്യവുമായി നേർക്കുനേരെ ഏറ്റുമുട്ടുമ്പോൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നതിൽ ഒരു രൂപരേഖ നമ്മളുമായി പങ്കുവച്ച് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ അതിനുള്ള മറുപടിയല്ല, അതിനുള്ള പ്രതിരോധമല്ല, പരിഹാരമല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് പ്രതികരണങ്ങൾ ജനാധിപത്യ രീതിയിൽ ആയിരിക്കണം, വ്യക്തിപരമാകരുത് എന്ന് നിലക്കുള്ള ആശയങ്ങളാണ് ഈ പഠനം വായനക്കാരോട് പങ്കുവെക്കുന്നത്. തീർച്ചയായും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യയിലെ ഓരോ പൗരന്മാരും നിശ്ചയമായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. ഈ വായനാ ദിനത്തിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദവാ ബുക്സ് പ്രസിദ്ധീകരിച്ച MM അക്ബർ എഴുതിയ മുതലാളിത്തം, മതം, മാർക്സിസം എന്ന ഗ്രന്ഥമാണ്. ലോകത്തെപ്പറ്റി, മാനവ ചരിത്രത്തെപ്പറ്റി, മുതലാളിത്തത്തിൻ്റെയും മതത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും വീക്ഷണങ്ങളെ പഠനവിധേയമാക്കുകയാണ് ഈ ഗ്രന്ഥം. മനുഷ്യനെയും അവൻ്റെ അസ്തിത്വത്തെയും കൃത്യമായി നിർവചിക്കാൻ മുതലാളിത്തത്തിനും മാർക്സിസത്തിനും സംഭവിച്ച അബദ്ധം ഈ ഗ്രന്ഥം ബോധ്യപ്പെടുത്തുന്നു. മതം മാത്രമാണ് മനുഷ്യൻ്റെ അസ്തിത്വത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞത് എന്ന് അടിവരയിടുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ് മുതലാളിത്തം, മതം, മാർക്സിസം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് MM അക്ബർ എഴുതിയ ഭ്രൂണവിജ്ഞാനീയം, ഖുർആനിലും ഹദീസുകളിലും വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകമാണ്. ഭ്രൂണവിജ്ഞാനീയത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ള പദങ്ങൾ പോലും വളരെ കൃത്യവും സൂക്ഷ്മവുമാണെന്ന് ഗ്രന്ഥകർത്താവ് പുസ്തകത്തിലൂടെ സമർത്ഥിക്കുന്നു. ഭ്രൂണവിജ്ഞാനീയത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ള പരാമർശങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന വിമർശകരുടെ വാദത്തെ വളരെ സമർത്ഥമായി രചയിതാവ് പുസ്തകത്തിലൂടെ ഖണ്ഡിക്കുന്നുണ്ട്. ഭ്രൂണശാസ്ത്രത്തിൻ്റെ ചരിത്രം മുതൽ ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ വരെ വിശകലനം ചെയ്യുന്ന ഈ ബൃഹത് ഗ്രന്ഥം തീർച്ചയായും ഇസ്ലാമിക സാഹിത്യത്തിന് മാത്രമല്ല വൈദ്യശാസ്ത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അവലംബിക്കാവുന്ന ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. അതോടൊപ്പം പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസുകളുടെയും നിലപാടുകൾ അജയ്യവും കാലാതിവർത്തിയുമാണെന്ന് തെളിവുകൾ സഹിതം ഗ്രന്ഥകർത്താവ് തെളിയിക്കുന്നുണ്ട്. ദഅ്വ ബുക്സാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇന്നും പലർക്കും അറിയാത്ത, പലരും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു വസ്തുതയെ ചർച്ച ചെയ്യുന്ന പുസ്തകമാണ് മുഹമ്മദ് നബി യേശുവിൻ്റെ പിൻഗാമി എന്നത്. ക്രൈസ്തവ മതത്തെയും ബൈബിളിനെയും വസ്തുനിഷ്ഠമായി പഠിക്കാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ ഏറിയ ഭാഗവും മാറ്റിവെച്ച മുഹമ്മദ് അലി മാസ്റ്ററാണ് ഈ പുസ്തകത്തിന് രചന നിർവഹിച്ചിരിക്കുന്നത്. നന്മയും തിന്മയും മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യരുടെ സൃഷ്ടാവ് നിരവധി പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. ക്രൈസ്തവ സഹോദരന്മാർ യേശു ക്രിസ്തു എന്ന് വിളിക്കുന്ന, മുസ്ലിങ്ങൾ ഈസാ നബി എന്ന് വിളിക്കുന്ന ആ മഹാനായ പ്രവാചകൻ്റെ പിൻഗാമിയാണ്
പിന്തുടർച്ചക്കാരനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രധാന ആശയം. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ഇസ്രായേല്യർ മോശയെ പോലുള്ളൊരു പ്രവാചകൻ്റെ നിയോഗത്തെക്കുറിച്ച് പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 22 കൂടിയ വചനങ്ങൾ ഇതിന് വ്യക്തമായ തെളിവ് നൽകുന്നുണ്ട്. ആ വരാനിരിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ സമർത്ഥിക്കുകയാണ് ഈ പുസ്തകം. മോക്ഷം ആഗ്രഹിക്കുന്ന എല്ലാ ക്രൈസ്തവ സഹോദരന്മാരും ഈ പുസ്തകം തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് നിലകൊള്ളുന്ന മുഴുവൻ ആളുകളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദഅവ ബുക്സ് പ്രസിദ്ധീകരിച്ച പ്രബോധകരോട് എന്ന പുസ്തകം. നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ രചിച്ച ഈ പുസ്തകം പ്രബോധകർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, കൈയൊഴിക്കേണ്ട ന്യൂനതകൾ എന്നിവ ബോധ്യപ്പെടുത്തുകയും പ്രബോധിത സമൂഹത്തെ പരിഗണിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തെ എങ്ങനെ ഫലപ്രദമാക്കാം എന്ന മാർഗരേഖ കൂടി പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രമാണങ്ങൾ വിലയിരുത്തുന്നതിലും അത് സമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിലും സ്വീകരിക്കേണ്ട ഇസ്ലാമിക കാഴ്ചപ്പാടുകളെ കൂടി വിശകലനം ചെയ്യുന്ന ഈ പുസ്തകം തീർച്ചയായും പ്രബോധകർക്ക് വലിയൊരു സ്രോതസ്സ് തന്നെയാണ്. ഖുർആനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ ക്രോഡീകരിച്ച് അവയ്ക്ക് കൃത്യമായി മറുപടി നൽകുന്ന ഒരു കൃതിയാണ് ഖുർആൻ്റെ മൗലികത. ഇത് 2 ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. സത്യാന്വേഷകർക്ക് വിമർശനത്തെക്കുറിച്ച് യഥാർത്ഥ വെളിച്ചം ലഭിക്കുവാനും പ്രബോധകർക്ക് ഒരു ഗൈഡായി ഉപയോഗിക്കാനും കഴിയുന്ന കൃതിയാണിത്. നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബറാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ഖുർആനിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്നും ചരിത്രപരമായ അബദ്ധങ്ങൾ ഏറെയുണ്ടെന്നും സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന സൈറ്റുകളും ഗ്രന്ഥങ്ങളും ഇന്ന് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കുന്ന ചിന്താക്കുഴപ്പത്തെപ്പറ്റി നമുക്കാർക്കും സംശയമില്ല. എന്നാൽ ഓരോ വിമർശനത്തെക്കുറിച്ചും അപഗ്രഥിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അത് ഖുർആനിന് മുമ്പിൽ കരിഞ്ഞു വീഴുന്നുവെന്ന വസ്തുത നമുക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു.